കാളകൂട വിഷം വിഴുങ്ങാതിരിക്കാൻ പാർവതി ദേവി ശിവഭഗവാന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചിട്ട് ഭഗവാൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ശിവൻ അടുത്തിരുന്ന ദേവിയെ രൂക്ഷമായി നോക്കി. വേറെ ആരേലും ആയിരുന്നെങ്കിൽ ഉഗ്രകോപത്താൽ ആ 5 കിലോ കൈമടക്കി ഒരെണ്ണം കൊടുത്തേനെ. കഴുത്തിൽ കിടന്ന പാമ്പിനും ഞെക്ക് കൊണ്ടിട്ട് അതിൻ്റെ കഴുത്തിനും പരിക്ക് പറ്റി. വിഷ്ണു ഭഗവാനാണെങ്കിൽ ചീത്ത കേൾക്കാതിരിക്കാൻ പിറകിൽ മാറി നിന്നു. വിഷം പുറത്തോട്ട് തുപ്പാതിരിക്കാൻ വാപൊത്തി പിടിച്ചതിന് മഹാദേവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഒരു ഊഹവുമില്ല. അവസാനം എന്തു പറ്റി? വിഷം കഴുത്തിൽ പടർന്ന് നീല നിറമായി. തൊണ്ടവേദനയെടുത്തിട്ട് മിണ്ടാൻ മേല. ദേവി ഭഗവാന്റെ കഴുത്തിൽ ചൂട് പിടിക്കുന്നതിനിടയിൽ ചോദിച്ചു, ഒരു ചുക്ക് കാപ്പി ഇട്ട് തരട്ടെ? വിഷ്ണുദേവൻ പിന്നിൽ നിന്ന് പറഞ്ഞു, ഗാർഗിൾ ചെയ്തൂടെ പരമേശ്വര? ശിവഭഗവാൻ നോക്കിയപ്പോൾ ദേവഗണങ്ങൾ ഉത്കണ്ഠയോടെ ചുറ്റും നോക്കി നിൽപ്പുണ്ട്. ഇവന്മാര് രാത്രി മുഴുവൻ ഭജന പാടി കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. കാളകൂട വിഷം പടർന്ന് ഈ ലോകം നശിക്കാതിരിക്കാൻ ചാടിക്കേറി അങ്ങ് വിഴുങ്ങിയതാ. പറ്റിയപ്പോൾ ആർക്ക് പറ്റി? പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ഭഗവാന്റെ ശബ്ദം ഉയർന്നു, ഇനി ഒരുത്തനും ശിവരാത്രിക്ക് കിടന്നുറങ്ങണ്ട. ഉറങ്ങല്ലേ, ശിവകോപം വരുത്തി വെക്കല്ലേ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.